വേണ്ടായിരുന്നു. ഇഷ്ടമുള്ളവർക്ക് കൊടുക്കായിരുന്നില്ലേ? ആരാ ഇഷ്ടമുള്ളവര്? കൃഷ്ണമോളാണല്ലോ പൊന്നണിയെത്തി. ഞാൻ പുറമ്പോക്കല്ലേ? അത് നിന്റെ തെറ്റിദ്ധാരണയാ. അല്ല, ഞാൻ ചേച്ചി ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, കുറെ വേദനിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളെ ഇഷ്ടപ്പെടാനൊന്നും പറ്റത്തില്ല. ഇന്ന് ആര് പറഞ്ഞു? ബൈബിളിൽ ഒരു കഥയുണ്ട്. ഒരച്ഛന് 2 മക്കള്. മൂത്തയാള് നല്ല അനുസരണയുള്ള ആള്, രണ്ടാമത്തവൻ പോക്കിരി. അവൻ അച്ഛനോട് വഴക്കുണ്ടാക്കി ഓഹരിയൊക്കെ വാങ്ങി അത് കൊണ്ടുപോയി തിന്നും കുടിച്ചും മതിച്ചും ഒക്കെ ജീവിച്ചു. ഒടുക്കം കയ്യിലെ പണം എല്ലാം തീർന്ന് ദരിദ്രനായി. അച്ഛന്റെ അടുക്ക തന്നെ തിരിച്ചെത്തിയിട്ട് പറഞ്ഞു, അവിടുത്തെ ഭൃത്യനായിട്ടെങ്കിലും ഒരു സ്ഥാനം തരണം, എന്ത് ജോലിയും ചെയ്യാം, ആഹാരം മാത്രം കൊടുത്താൽ മതിയെന്ന്. ആ അച്ഛൻ നഷ്ടപ്പെട്ടു പോയ മകൻ തിരിച്ചു വന്ന സന്തോഷത്തില് എല്ലാവരെയും ക്ഷണിച്ചു വരുത്തി വലിയ സദ്യയൊക്കെ കൊടുത്ത് മകന്റെ തിരിച്ചുവരവ് ആഘോഷിച്ചു എന്നാണ് കഥ. അതെന്നാ തന്നെ ഇവിടെ ഇപ്പം പറഞ്ഞത്? നീ എന്നെ ദ്രോഹിച്ചെന്നും വേദനിപ്പിച്ചെന്നൊക്കെ സമ്മതിച്ചല്ലോ. ശരിയാ, എനിക്ക് ഒത്തിരി സങ്കടം തോന്നിയിട്ടുണ്ട്. എന്നാലും അതെല്ലാം കഴിഞ്ഞ് നീ എന്റെ അടുത്ത് വന്ന് സ്നേഹം കാണിച്ചപ്പോ എനിക്ക് അതാണ് ഏറ്റവും വലുത്. ബാക്കി എല്ലാവരുടെയും സ്നേഹത്തെക്കാളും. അവരെല്ലാരും എന്നെ ഇഷ്ടപ്പെട്ടതിന് ഓരോ കാരണങ്ങളുണ്ട്. പക്ഷെ നീ ഒന്നും അറിയാതെ ഞാൻ അതിന് വലിയ വിലയിട്ടിട്ടുണ്ട് കേട്ടോ.